യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം പിതാവായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഇന്ന് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്മസിന് ശേഷമുള്ള ദിവസം സന്തോഷങ്ങൾ നിറഞ്ഞ ഒരു ദിവസം കടന്നുപോയി. ഈ ദിവസവും സന്തോഷപ്രദമായിരിക്കുവാൻ നമുക്ക് പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ മുന്നിൽ നമ്മളെ സമർപ്പിക്കാം. അതിരാവിലെ തന്നെ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തിൽ, ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട്, ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും പുതിയൊരു ദിവസം തുടങ്ങുവാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിച്ചതിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ലൂക്കാ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 15-ാം തിരുവചനം. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ ആട്ടിടയന്മാർക്ക് ദിവസന്ദേശം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ആ ദൂത് കേട്ടിട്ട്, ആ ദൈവവചനം ശ്രവിച്ചിട്ട് അത് തള്ളിക്കളയുന്നതിന് പകരം ആ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അവരൊരു തീരുമാനമെടുക്കുകയാണ്. ആ ദൈവവചനത്തെ നമ്മൾക്ക് പോയി കാണാം. നമ്മുടെ ജീവിതത്തിലും ഇന്ന് നമ്മൾ എടുക്കേണ്ട തീരുമാനം, ദൈവത്തെ നമ്മൾ പോയി കാണുക. ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ ആ ദൈവത്തെ കാണുകയും കണ്ട ദൈവത്തെ നമ്മുടെ കൂടെ ആയിരിക്കുവാൻ ആ ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുകയും ചെയ്യാം. ഒറ്റയ്ക്കാണെന്നുള്ള തോന്നൽ, ഞാൻ ഏകനാണെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ നിന്നും മാറ്റിയിട്ട് എൻ്റെ രക്ഷകനും നാഥനുമായ കർത്താവ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആ ദൈവത്തോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് നിങ്ങളുടെ മേലുണ്ടാകട്ടെ. ജീവിക്കുന്ന ദൈവമായ കർത്താവിൻ്റെ നിറഞ്ഞ സാന്നിധ്യം, കർത്താവിൻ്റെ മഹത്വം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. ഈ നിമിഷം നമുക്ക് ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ ദൈവമക്കളെയും ദൈവത്തിൻ്റെ ബലിപീഠത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം. കർത്താവിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.